ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ അറിവാണ് പങ്കുവെക്കാൻ പോകുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് ജൂലൈ മുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട് എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. നിക്ഷേപിക്കുന്ന തുകയുടെ 0.005% ആണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് വരിക. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 5 രൂപ മാത്രമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് വരിക. ജൂലൈ 1 മുതലുള്ള നിക്ഷേപത്തിനാണ് ഇത് ബാധകമാവുക. എല്ലാ തരത്തിലുള്ള നിക്ഷേപത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ബാധകമാണ് കേട്ടോ. അതായത് ഒറ്റത്തവണ ലംസമായിട്ട് നിക്ഷേപിക്കുന്നത്, SIP ആയിട്ട് നിക്ഷേപിക്കുന്നത്, STP ആയിട്ട് നിക്ഷേപിക്കുന്നത്, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നിക്ഷേപിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ രീതികളിലും നിക്ഷേപിക്കുന്നതിനും സ്റ്റാമ്പ് ഡ്യൂട്ടി ബാധകമാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് നൽകേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നൽകേണ്ടതില്ല. അതുപോലെ തന്നെ എല്ലാത്തരം ഫണ്ടുകൾക്കും ഇത് ബാധകമാണ്. ഇക്വിറ്റി ഫണ്ട്, ഡെപ്റ്റ് ഫണ്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാ ഫണ്ടുകൾക്കും ഇത് ബാധകമാണ്. ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്നവർക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണല്ലോ പിൻവലിക്കുക. പക്ഷേ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുക. സംഭവം 1 ലക്ഷം രൂപയ്ക്ക് 5 രൂപയുള്ളൂ. പക്ഷേ നിക്ഷേപിച്ച് കുറച്ച് നാളത്തേക്ക് ഇട്ട് അതിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി എക്സിറ്റ് ആകുന്ന ആൾക്കാർക്ക് അവർ വീണ്ടും മറ്റൊരു ഫണ്ടിൽ നിക്ഷേപിക്കുമല്ലോ. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് 2-3 വർഷത്തെ ടൈം ഫ്രെയിം എടുത്ത് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വന്നേക്കാം. ജനുവരിയിലായിരുന്നു ആദ്യം സ്റ്റാമ്പ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയത്. പക്ഷേ അത് പിന്നീട് മാറ്റി ഏപ്രിലേക്ക് മാറ്റി. ഇപ്പോൾ അത് വീണ്ടും ജൂലൈയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഒരു പരസ്യം കൂടെ മറന്ന് നിർത്താല്ലേ. 5 പൈസ, ആലീസ് ബ്ലൂ, ഏഞ്ചൽ ബ്രോക്കിംഗ്, ചോയ്സ് ബ്രോക്കിംഗ് എന്നീ ബ്രോക്കിംഗ് ഫേമുകളിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.